സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മളൊക്കെ ആത്മീയ ജീവിതത്തിൽ നവീകരണത്തിന് മുന്നേറുമ്പോൾ നമ്മുടെ എല്ലാം മുൻപിൽ നിരന്തരം ഈ ഒരു അപകട സാധ്യതയുണ്ട്. നമ്മുടെ പഴയ മനുഷ്യൻ പൊട്ടിമുളയ്ക്കാൻ ആത്മീയ ജീവിതത്തിന്റെ മനോഹാരിത അനുഭവിച്ച് പൂക്കളും ഫലങ്ങളും അനുഭവിച്ച് പ്രസ്ഥാനമാന ഫലങ്ങളും നിറയൊക്കെയായിട്ട് നമ്മൾ നീങ്ങുമ്പോഴും എപ്പോഴും ജാഗ്രത വേണം. നമ്മുടെ ഉള്ളിലൊരു പഴയ മനുഷ്യനുണ്ട്, കാട്ടുറോസുണ്ട്, കുറ്റിയുണ്ട്. അതൊരിക്കലും പൊട്ടിമുളയ്ക്കാനോടെ കൊടുക്കരുത്, ജാഗ്രതയോടെ നിൽക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരത്തെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, എൻ്റെ അമ്മച്ചിക്ക് ചെടികളും പൂക്കളും എല്ലാം വലിയ ഇഷ്ടമാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കല് ഞാൻ അമ്മച്ചിക്ക് കുറച്ച് ബഡ് റോസ് ചട്ടിക്കകത്ത് സാമാന്യം വളർന്ന് പുഷ്പിച്ച് നിൽക്കുന്നത് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു. അമ്മച്ചിക്ക് ഒരു സന്തോഷമായി. അമ്മച്ചി അത് കാര്യമായിട്ട് പരിചരിക്കാൻ തുടങ്ങി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞൊരിക്കൽ ഞാൻ വീട്ടിൽ ചെന്നപ്പം ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, നമ്മുടെ റോസൊക്കെ എങ്ങനെയുണ്ട്? അമ്മച്ചി പറഞ്ഞു, നന്നായിട്ട് വളർന്നു, നല്ല തളച്ചു വളരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഒത്തിരി പൂക്കൾ കാണുമല്ലോ. പക്ഷെ അമ്മച്ചി പറഞ്ഞു, അന്ന് കൊണ്ടുവന്നപ്പോൾ ഉള്ളതുപോലെ അത്രയും പൂക്കൾ ഇപ്പം ഇല്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ ആ റോസ് ചെടി കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഈ ബഡ് റോസിൻ്റെ മൂട്ടിലെ കാട്ട് റോസിൻ്റെ കുറ്റിയിൽ നിന്നും മുളകൾ പൊങ്ങിയിട്ട് അത് ആർത്ത് വളർന്ന് നല്ല വിരല് വണ്ണത്തിലൊക്കെ ശിഖരങ്ങൾ ഇങ്ങനെ അവിടെ മുഴുവൻ കാട് പിടിച്ച പോലെ നിൽക്കുകയാണ് എല്ലാ ചട്ടിക്കകത്തുനിന്നും. ആ കാട്ട് റോസ് വളർന്നു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ബഡ് റോസിൻ്റെ മുളകൾ ഡൗണായി അതിൻ്റെ മൊട്ടുപൂവില്ലാത്ത അവസ്ഥയെ വന്ന് മരവിച്ചങ്ങ് മരടിച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ഒരു പറ്റിയല്ലോ, ഇത് കാട്ട് റോസാണ് വളർന്നു നിൽക്കുന്നത്. അമ്മച്ചി പറഞ്ഞു, കാട്ട് റോസ്, ഇത് റോസ് തന്നെയല്ലേ, നല്ല നോക്കിക്കുക, നല്ല റോസ് തന്നെയാണ്. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഒരു നല്ല മൂർച്ചയുള്ള കത്തി എടുത്തോണ്ട് വാ. അമ്മച്ചി അടുക്കളയിൽ പോയി കത്തി എടുത്തോണ്ട് വന്നു. അപ്പം ഞാൻ ആ കത്തിയായിട്ട് റോസിൽ ചുവട്ടിൽ ചെന്നിട്ട് ആ തളച്ച് വളർന്നു നിന്നിരുന്ന കാട്ട് റോസിൻ്റെ കമ്പുകളോ ഓരോന്നോരോന്ന് മുറിച്ച് മാറ്റാൻ തുടങ്ങി. അപ്പം അമ്മച്ചി ബഹളം വെക്കുക, എടാ അത് എത്ര നല്ല തളച്ച് വളരുന്ന, മുറിച്ച് കളയാതെ. ഞാൻ പറഞ്ഞ, അമ്മച്ചി ഇത് കാട്ട് റോസാണ്, ഇത് വളർന്നു വന്നാൽ അത് പൂ ഉണ്ടാവുകയില്ല. ഒന്ന്, ഇത് വളരാൻ തുടങ്ങുമ്പോഴത്തേക്കും ബഡ് റോസിൽ പൂ ഉണ്ടാക്കാൻ പറ്റുകയായിരുന്നാകും. നമ്മളിടുന്ന വളമെല്ലാം ഉപയോഗശൂന്യമായി പോവുകയുള്ളൂ. അമ്മച്ചിക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഞാനത് മുറിച്ചു മാറ്റി ആ കമ്പുകൾ നിലത്തേക്ക് കേട്ടപ്പോൾ അമ്മച്ചി അത് വിഷമത്തോടെ എടുത്ത് നോക്കൂ, എത്ര നല്ല തഴച്ച് വളർന്ന റോസായിരുന്നു. നമുക്ക് കാര്യം മനസ്സിലായല്ലോ. അമ്മച്ചിയുടെ റോസിൻ്റെ കാര്യം പറയാനല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. റോസാ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്, ബഡ് ചെയ്തിരിക്കുന്നത് കാട്ട് റോസിൻ്റെ കമ്പയിലാണ്. പക്ഷെ കാട്ട് റോസിൻ്റെ ആ കുറ്റി ബഡ് റോസ് വളർന്നു തുടങ്ങി കഴിയുമ്പോൾ മണ്ണിട്ട് മൂടി മണ്ണടി നിർത്തണമെന്നാണ്. ആ കമ്പുകളിൽ വെയിലടിച്ചു കഴിഞ്ഞാൽ കാട്ട് റോസിൻ്റെ കമ്പയിലെ മുളകൾ പെട്ടെന്ന് മുളച്ച് പൊങ്ങും, ആർത്തര വളരും, ബഡ് റോസ് അവിടെ തീരുകയും ചെയ്യും. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രസക്തിയുള്ള കാര്യം ഇവിടെയുണ്ട്. റോമാലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിന് 17-18 തിരുവചനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ നല്ല ഒലിവ് മരത്തിൽ കാട്ടൊലിവിൻ്റെ ശിഖരങ്ങൾ ബഡ് ചെയ്ത് പിടിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് വിജാതീയരായ സഹോദരങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന നമുക്കറിയാം. ഇത് അന്നത്തെ റോമായിലെ വിജാതീയ സഹോദരങ്ങളെ പറ്റി മാത്രമല്ല, നമ്മുടെ എല്ലാവരെ പറ്റിയും വാസ്തവമാണ്. നമ്മുടെ എല്ലാ ജീവിതത്തിലും ഒരു കാട്ടുറോസ് ഉണ്ട്, ഒരു പഴയ മനുഷ്യനുണ്ട്. എഫെസൂസ് ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിന് 22-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തുകളോടുകൂടെ ഉരിഞ്ഞു കളയുവിൻ, ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ധരിക്കണം. ആ പഴയ മനുഷ്യൻ കാട്ട് റോസാണ്, ക്രിസ്തു നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ബഡ് റോസാണ്. ആ ബഡ് റോസ് പുതിയ മനുഷ്യൻ ഈശോയുടെ സാദൃശ്യം. ആ ലൈഫിലേക്ക് നമ്മൾ വരുമ്പോൾ, ആ ജീവിതം തളച്ചു വളരുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ, പുഷ്പങ്ങൾ, കായ്കൾ ഉണ്ടാവും. വളരെ ജാഗ്രതയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങളിൽ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഈശോയ്ക്ക് അപ്പസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന അപ്പസ്തലന്മാർ ബാക്കി സമയത്ത് ശുശ്രൂഷത്തിന് ഗുരു കൂടെയില്ല, പന്തക്കോസ്താ വരുന്നതേയുള്ളൂ, എന്താ കാണിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അവർ അല്പം അശ്രദ്ധമായി അലസമായിട്ടായിരിക്കുമ്പോൾ പത്രോസ് ദിവസം പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അത് കേട്ട മറ്റു അപ്പസ്തലന്മാരും കൊടുത്തു പോവുകയാണ്. മുൻപേ ഗമിക്കുന്ന ഗോപുതൻ്റെ പിൻപേ ഗമിക്കുന്നു ഗോക്കളല്ല എന്ന് പറയുന്ന പോലെ പത്രോസിൻ്റെ കൂടെ തോമാസ് ശ്രീഹായി യോഹന്നാൻ ഉൾപ്പെടെ ഇറങ്ങിപ്പോയി, മീൻ പിടിക്കാൻ പോയി. പക്ഷെ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ആ അധ്വാനം പക്ഷെ അവർക്ക് രസമുള്ള കാര്യമായിരുന്നു. പത്രോസ് കുഞ്ഞുനാൾ മുതൽ വള്ളത്തെ പോയി മീൻ പിടിച്ച്
അങ്ങനെ ഉടുപ്പൊക്കെ ഊരിയിട്ടിട്ട് നല്ലപോലെ രാത്രി മുഴുവൻ അലഞ്ഞ് കാറ്റിനോടും കടലിനോടും വെള്ളത്തിനോടും മല്ല് പിടിച്ച് മീൻ വല വീശി പിടിച്ച് കോരിയിട്ട് അങ്ങനെ ഒരു കാടൻ അനുഭവം. അതിൽ നിന്നാണ് അപ്പസ്തലന്മാരെ ഈശോ ഇനി നിങ്ങൾ മീൻ പിടിക്കുന്നവരല്ല മനുഷ്യൻ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞപ്പോൾ ആ വിളി കേട്ട് മീനും വള്ളവും വലയെല്ലാം ഉപേക്ഷിച്ച് ജോലിക്കാരെ ഉപേക്ഷിച്ച് വന്നതാണ്. അപ്പോൾ പക്ഷെ ആ പഴയ ജീവിതത്തിൻ്റെ ആ കാട്രോസിൻ്റെ കുറ്റി ഇപ്പോഴും ഉള്ളിലുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ അവസരം വന്നപ്പോഴേക്കും ഈ അലസതയുടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായ്മയുടെ ഒക്കെ വെയിലടിച്ച് മണ്ണിന് മുകളിലേക്ക് ഇങ്ങനെ ഈ പഴയ മനുഷ്യൻ്റെ അവസ്ഥ വന്നപ്പോഴേക്കും പെട്ടെന്ന് പത്രോസ് പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുക. ആ കാട്രോസിൻ്റെ പഴയ മനുഷ്യൻ്റെ മുള മുളയ്ക്കുക. അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ആ രാത്രി മുഴുവൻ അവർ വല വീശി, ഒന്നും കിട്ടിയില്ല. കാട്രോസ് തഴച്ചു വളർന്ന് നിൽക്കുകയാണ്, വിരല് വണ്ണത്തിന്, പക്ഷെ ഒരു പൂ പോലും ഉണ്ടാകുന്നില്ല. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, മോർച്ച കത്തിയെടുത്തോണ്ടോ, അത് കർക്കശത്തോടെ മുറിച്ച് കുതിര കളഞ്ഞു. ഈശോ രാവിലെ വന്ന് അപ്പസ്തലന്മാരെ വിളിക്കുക, പക്ഷെ കാർക്കശത്തോടെ സ്നേഹത്തോടെ. ഈശോ അങ്ങനെയാണല്ലോ, കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? എത്ര സ്നേഹത്തോടെയാ. ഇല്ല. വലതുവശത്ത് വീശിക്കേ. പണ്ട് ഈശോ പറഞ്ഞ വാക്കാണത്, വലതുവശത്ത് വീശിക്കേ. തമ്പുരാന്റെ വചനമാണ്. അവരത് നിവൃത്തിയില്ലാതെ അനുസരിച്ച്, എങ്ങനെയോ ഒരു ആന്തരിക പ്രചോദനം അനുസരിച്ചു. വല നിറയെ മീൻ കിട്ടി. അപ്പൊ യോഹന്നാൻ തിരിച്ചറിഞ്ഞു, ഇത് കർത്താവാണ്, ഇത് കർത്താവാണ്. കർത്താവിന്റെ വചനത്തിന് മാത്രം ഇത്ര കരുത്തുള്ളൂ. അപ്പോഴേ നമുക്കറിയാം അവർ ഈശോ പക്കരി ഓടി വരികയാണ്. ഈശോ അവൾക്ക് വളരെ ഉള്ളു കാർക്കശത്വർ എന്ന് നിറഞ്ഞ സ്നേഹത്തോടുകൂടെ ഒരു തിരുത്തല് കൊടുക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മളൊക്കെ ആത്മീയ ജീവിതത്തിൽ നവീകരണത്തിന് മുന്നേറുമ്പോൾ നമ്മുടെ എല്ലാം മുൻപിൽ നിരന്തരം ഈ ഒരു അപകട സാധ്യതയുണ്ട്. നമ്മൾ പഴയ മനുഷ്യൻ പൊട്ടിമുളയ്ക്കാൻ. അതുകൊണ്ടാണ് കൊരിന്ത്യർ സഭയ്ക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിന് 27-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തി നീങ്ങുകയാണ്. ഗലാത്യ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ സമാനമായ പത്രം പഠിപ്പിക്കുന്നുണ്ട്. മെശിഹായ്ക്കുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. കാട്രോസിനെ മണ്ണിനടിയിൽ പൂഴ്ത്തി വെക്കണം. അതിന് വിരടിക്കാൻ പാടില്ല. അത് പുറത്ത് കണ്ടാൽ അതിന് മുള പൊട്ടും. നമ്മുടെ ജഡം, നമുക്ക് ശരീരമുണ്ട്, ജഡമുണ്ട്, നമ്മൾ ലോകത്തിലാണ്, ലോകത്തിൻ്റെ മോഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ കാട്രോസാണ്, പഴയ മനുഷ്യനാണ്. ആസക്തികളുടെ ആ കുറ്റികളെല്ലാം അവിടെ ഇപ്പോഴും ഉണ്ട്. എപ്പം വേണേൽ മുളച്ചു പൊങ്ങാം. വലിയ പ്രവാചകനായ ദാവീദ് രാജാവ് അഭിഷേകം നിറഞ്ഞ് സങ്കീർത്തനങ്ങൾ പാടി സാവൂൾ രാജാവെക്കാരെ ദുരാത്മാക്കളെ പോലും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറക്കി വിട്ട് ബഹിഷ്കരണ ശുശ്രൂഷ ഒരു കരുത്തോടെ നടത്തി ദൈവം കൂടുതൽ വ്യക്തിയോട് നടക്കുന്ന അവസ്ഥ രാജാവായി കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ സുഖലോലുതയ്ക്കിടയിൽ അധികാര പ്രമത്തതയ്ക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പഴയ മനുഷ്യൻ അല്പം പുറത്തോട്ട് വരികയാണ്. നമുക്കറിയാം, വ്യഭിചാരം, കൊലപാതകം എല്ലാം ചെയ്തു. കാട്രോസ് അദ്ദേഹം തിരിച്ചറിയുന്നു. നാഥാൻ പ്രവാചകൻ ശക്തമായിട്ട് താക്കീത് കൊടുക്കുമ്പോൾ അങ്ങനെ നിലത്ത് വീണ് കടന്ന് ഉപവാസമെടുത്ത് 9 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് തമ്പുരാന്റെ പക്കൽ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് അനുഭവ സങ്കീർത്തനം അതാണല്ലോ. അങ്ങനെ കർക്കശത്തോടുകൂടി അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തിരുത്തലെടുക്കുകയാണ്. മാറ്റി ആ പഴയ മനുഷ്യൻ്റെ മുള, കാട്രോസിൻ്റെ മുളെ മുറിച്ച് ദൂരെ കളഞ്ഞു. എന്നിട്ട് വീണ്ടും വിശുദ്ധനായ വ്യക്തിയായിട്ട് തീരുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കളകളുടെ ഉപമ കാണുന്നുണ്ട്. അവിടെ ആളുകൾ ഉറക്കമായപ്പോൾ ശത്രുവെന്ന് കള്ള വിതച്ചു, മുളച്ചു പൊങ്ങി. പക്ഷെ മുളച്ചു പൊങ്ങുന്ന കളകളും പൊങ്ങുന്ന ഗോതമ്പ് ചെടികളും ജോലിക്കാർക്കോ കൃഷിക്കാർക്കോ ഉടമസ്ഥരെ തിരിച്ചറിയാൻ പറ്റിയില്ലെന്നാ. കതിരായപ്പോൾ കളകൾ കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? കതിരിടാറായി പെട്ടെന്ന് കള പൊങ്ങി വന്നതാണ്? അല്ല, കളകളും ഒപ്പം ഒന്നുമില്ല, രണ്ടും ഗോതമ്പ് പോലെ കാണപ്പെടും എന്നാണ് പറയുന്നത്. ഗോതമ്പ് പോലെ തന്നെ കളകൾ നിൽക്കുന്നത്. പക്ഷേ കതിരിട സമയമായപ്പം ഗോതമ്പ് ചെടികൾ കതിരിട്ടു, കളകൾ വളർന്നുകൊണ്ടേയിരുന്നു. കാട്രോസിൻ്റെ മുളയും റോസ് തന്നെയാണ്. റോസിൻ്റെ അതേ ഇല, അതേ തണ്ട്, അതേ മുള്ളുകൾ എല്ലാം ഉണ്ട്. പക്ഷേ കാട്രോസ് പൊങ്ങി വരുമ്പോൾ പൂ പിടിയല്ല, ബഡ് റോസ് പൊങ്ങി വരുമ്പോഴെല്ലാം മുട്ടയിലേക്ക് വരും. മുട്ടയിടാതെ നിൽക്കുന്ന കാണുമ്പോഴെങ്കിലും തിരിച്ചറിയണം എന്ന് പറഞ്ഞ പോലെ കതിരായപ്പോഴേ തിരിച്ചറിഞ്ഞുള്ളൂ ശത്രുവിൻ്റെ വിതച്ച കളയാണ് ഈ പൊങ്ങി വരുന്നത് എന്ന് ഈശോ പറയും. നമ്മൾ സത്തയോടെ എടുക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്നേഹമുള്ള സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൻ്റെ മനോഹാരിത അനുഭവിച്ച് പൂക്കളും ഫലങ്ങളും അനുഭവിച്ച് പ്രസ്ഥാനമാൻ്റെ ഫലങ്ങളും നിറയൊക്കെ ആയിട്ട് നമ്മൾ നീങ്ങുമ്പോഴും എപ്പോഴും ജാഗ്രത വേണം. നമ്മുടെ ഉള്ളിലൊരു പഴയ മനുഷ്യനുണ്ട്, കാട്രോസുണ്ട്, കുറ്റിയുണ്ട്.
അതൊരിക്കലും പൊട്ടിമുളയ്ക്കാനവിടെ കൊടുക്കരുത്. ജാഗ്രതയോടെ നിൽക്കണം. ഇനി എത്ര ജാഗ്രത എടുത്താലും പത്രോസ് അപ്പോസ്തലനെ പറ്റി, ദാവീദിനെ പറ്റി ഇത് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ അല്പ അശ്രദ്ധ വന്നിട്ട് നമുക്ക് പഴയ മനുഷ്യന്റെ മുള പൊങ്ങി വരുന്നൊരു അനുഭവം ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നല്ല ആവേശമായിരിക്കും. കാട്ടുറോസിന്റെ മുള നല്ല തഴച്ചാ വളരുന്നത്. നല്ല ആവേശം, രസമാണ്. പത്രോസ് രാത്രി മീൻ പിടിക്കാൻ പോയപ്പോൾ നല്ല ആഘോഷം, രസമാണ്, ആവേശമാണ്. ഉള്ളിന്റെ പഴയ ഓർമ്മയെല്ലാം ത്രസിച്ച്, ശരിയാ, ഒരു പക്ഷെ ഭക്ഷണം കഴിക്കാൻ മീൻ വേണം, കൈ പൈസയില്ല, അപ്പൊ ഇച്ചിരി മീൻ വിറ്റാൽ പൈസ കിട്ടും, അങ്ങനെ കാര്യങ്ങളുണ്ട് താനും. പക്ഷേ അത് തമ്പുരാൻ, ഈശോ പറഞ്ഞു, ഗുരു പറഞ്ഞ് മാറ്റിവെച്ച കാര്യങ്ങളാണ്. അതായത് ഈ പഴയ കാട്ടുമനുഷ്യന്റെ പ്രവണതയ്ക്കനുസരിച്ചുള്ള മുളകൾ നമ്മുടെ ജീവിതത്തിൽ പൊങ്ങി വരുമ്പോൾ ഒരു വല്ലാത്ത ആവേശം, രസം, തീഷ്ണത, സംഗതി ഭംഗിയായിട്ട് വരുന്നുള്ളത് ചിന്തയെ കൊടുത്ത് വരും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുണ്ടോ നോക്കണം. സ്നേഹം തമ്പുരാനോടും സഹോദരങ്ങളോടും, ആനന്ദം, ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ ആനന്ദം, സമാധാനം, നല്ല സ്വസ്ഥത, സൗമ്യത, ആത്മസംയമനം, ഇതെല്ലാം ഇവിടെ കുറവ് വരും. നമ്മൾ തിരിച്ചറിയണം. എത്ര തഴച്ചു വളരുന്ന കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ നീങ്ങുന്നതെങ്കിലും, എത്ര മനോഹരമായിട്ട് വിജയിക്കുന്നതിന് കാണപ്പെടുന്ന പ്രസ്ഥാനമായിട്ട് നമ്മൾ നീങ്ങുന്നതെങ്കിലും, അവിടെ എന്തോ പ്രശ്നമുണ്ട്. കാട്ടുറോസിന്റെ മുള പൊങ്ങി വന്നിരിക്കുന്നത് തിരിച്ചറിവ് എടുക്കാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ആത്മജീവിതത്തിന്റെ പരിശ്രമത്തിൽ ഓരോ ഘട്ടത്തോടും കൂടി നിരന്തരം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.